മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഒരു മൈദ ബിസ്ക്കറ്റാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്ക അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതേ മക്കളെ, ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു തരി ഒന്നും ഇല്ലാതെയാണ് പൊടിച്ചിരിക്കുന്നത്. മക്കളെ, പഞ്ചസാര പൊടിക്കുമ്പോൾ നിർത്തിയിട്ട് വേണം പൊടിക്കാൻ. ഒരേ അടിക്ക് പൊടിക്കണമെന്ന് വിചാരിച്ചാൽ ജാറ് ചൂടായിട്ട് അതിൽ പഞ്ചസാര ഒട്ടിപ്പിടിക്കും. അതാണ് പറഞ്ഞത്. ഇനി ഒരു വലിയ പാത്രത്തിൽ 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ട് പഞ്ചസാരയും മൈദപ്പൊടിയും പാടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. എല്ലായിടത്തും ഒന്നുപോലെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സാക്കുന്നത്. അത് മിക്സാക്കാതെ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മധുരം ഉണ്ടാവും. പകുതി സ്ഥലത്ത് മധുരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൂടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പം മാവും നെയ്യും പാടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരണം. പിന്നെ പൊടിച്ചിടുമ്പോൾ നന്നായിട്ട് ഉതിർന്ന് വരും വേണം. ആ രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കണ പോലെ കുഴച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ പാലാണ് ഒഴിക്കുന്നത്. കുറേച്ചായിട്ട് പാലൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴഞ്ഞു വരണം കേട്ടോ. മക്കളെ, ഇത് കുഴയ്ക്കുമ്പോൾ പാല് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. വെള്ളം വെച്ച് കുഴച്ചെടുത്താലും മതിയാവും. ഇത് കണ്ടില്ലേ മക്കളെ, അങ്ങനെ നമ്മൾ കയ്യിലൊന്നും കണ്ടില്ലേ ഒട്ടാത്ത രീതിയിൽ ചപ്പാത്തി കുഴച്ചണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഇവിടെ നമുക്ക് ഒരു ലേശം നെയ്യും കൂടി ഇതിൽ പുരട്ടി കൊടുക്കാം. പുരട്ടിയിട്ട് മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കുഴച്ച് വെക്കാൻ കേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 3 കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇത് ഓരോരോ കഷ്ണമായിട്ട് എടുക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം 3 ഉരുള ഒന്നുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരെണ്ണം കെട്ടി എടുത്തിട്ട് നല്ല കട്ടിക്ക് നമുക്കങ്ങ് പരത്തിയെടുക്കണം. ഒട്ടത്തൊന്നുമില്ല കേട്ടോ. ഒട്ടുകയാണെങ്കിൽ ഇച്ചിരി പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് പരത്തുമ്പോൾ ഒരു ഗുബൂസൊക്കെ നമ്മൾ പരത്തില്ല, ആ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. കണ്ടില്ലേ ഈ കട്ടിക്ക്. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഞാൻ ഇതൊരു ചതുര കട്ടയായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി. മക്കളെ, ഷേപ്പായിട്ടില്ല പറഞ്ഞിട്ട് സങ്കടപ്പെടൊന്നും വേണ്ട കേട്ടോ. അടുത്തതിൽ കൂട്ടി മുറിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ വലിപ്പം. കണ്ടില്ലേ, ഇത്ര കട്ടിയാണ്. കട്ടിക്ക് മുറിക്കണം പറഞ്ഞത്. ഇതൊരു പാത്രത്തിലേക്ക് പിറക്കിയിട്ട് കൊടുക്കാം. ഒരു ഉണ്ട ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി മുറിച്ചെടുക്കാം. അടുത്തത് നമുക്ക് ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ 3 ഉരുളകളും ബിസ്ക്കറ്റ് പോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മക്കളെ, ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഒന്നിൻ്റെ മേലെ ഒന്നിട്ടാലും കുഴപ്പമില്ല. നമ്മൾ പരത്തുമ്പോൾ എല്ലാതും ഒരേപോലെ പരന്ന് വരാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊരു ഗോൾഡൻ കളറാവണ വരെ വേണം പൊരിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ മക്കളെ, വേഗം ആവും. മീഡിയം തീ വേണം വെച്ച് കൊടുക്കാൻ. മക്കളെ കണ്ടില്ലേ, നമ്മുടെ ബിസ്ക്കറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇത് ചൂടോടെ കഴിക്കുമ്പോൾ മൊരുമൊരുപ്പ് ഉണ്ടാവില്ല. ഇത് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ബിസ്ക്കറ്റിൻ്റെ ഒരു മൊരുമൊരുപ്പ് വരുള്ളൂ. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്നിച്ചിടുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ആദ്യം ഇടുന്നത് വേവ് കൂടും, പിന്നെ ഇടുന്നത് വേവില്ല. അപ്പം നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമ്മളെ മക്കൾക്കൊക്കെ ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വരുമ്പോഴും പോകുമ്പോഴും ഓരോന്ന് കഴിച്ച് അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ലേ, എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. കണ്ടില്ലേ, കയ്യിൽ എണ്ണമയം ഒന്നുമില്ല. കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.